അസ്സലാമലൈക്കും, നമസ്കാരം. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മളെ വീട്ടിൽ നമ്മൾ രാവിലത്തേക്ക് ഉണ്ടാക്കുന്ന ദോശമാവ്, ഇഡ്ഡലി മാവൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി പലഹാരം ഉണ്ടാക്കാം. നമ്മൾ മാവൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ഡലി മാവൊക്കെ ബാക്കിയുണ്ടെങ്കിൽ പിറ്റേ ദിവസം ദോശയാക്കിയിട്ടൊക്കെ ഉണ്ടാക്കാനുള്ള പതിവ്. അപ്പോൾ ആ ഒരു മാവ് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലൊരു പലഹാരം റെഡിയാക്കാം. നമ്മൾ വൈകുന്നേരം 4 മണിച്ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരം. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കണേ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ കുറച്ചൊരു മാവ്, ഇഡ്ഡലിയുടെ മാവ് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല കട്ടി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ തുള്ളി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി കൊടുക്കുക. ഇത് പാകമാണ്. അപ്പോൾ ഇതിൽ കഴിഞ്ഞ് വെള്ളമൊന്നും ഒഴിക്കണില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ ചെറിയ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് അതും, പിന്നെ ഒരു 2-3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പിലയും ഇഞ്ചിയും ഇതുപോലെ ചെറുതാക്കി മുറിച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങളുടെ അടുത്ത് മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കുറച്ച് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്ത കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, ഒരു ചെറിയ സവാള ഇതെല്ലാം കൂടി ചെറുതാക്കിയിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടതാണല്ലോ, അപ്പം ഇനി നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ ഇതിലേക്ക് ഞാനിതുള്ള മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നല്ലൊന്ന് മിക്സ് ചെയ്ത് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചൊരു കുറവുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഉള്ളിയും മുളക് പൊടിയൊക്കെ ഇട്ടപ്പോൾ ഒന്ന് ലേശം കുറവ് തോന്നി. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിയാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ ഇത് മതി കേട്ടോ. എന്നിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് ഞാനതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടായതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് കോരി ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ചെറിയ ഒരു തീയിൽ ആണിത് വെക്കണം, അല്ലെങ്കിൽ ഉള്ളൊന്ന് വേവാതെ പുറം കരിഞ്ഞ് പോകും. അപ്പോൾ ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഉഴുന്നൊക്കെ കൂട്ടി ഉണ്ടാക്കിയൊരു മാവ് ചെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലുള്ളപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം നല്ലൊന്ന് വെന്ത് മൊരിഞ്ഞ് വരുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അതുപോലെ ഈ മാവ് വെച്ച് ഞാൻ എല്ലാതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഇഡ്ഡലിയുടെ മാവൊക്കെ ബാക്കി, ദോശേൻ്റെ മാവൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പച്ചമുളകും കറിവേപ്പിലയും ചെറിയൊരു ഉള്ളി മുറിച്ചിട്ടിട്ട് കുട്ടികൾക്ക് ഇതുപോലെ ഒരു പലഹാരം റെഡിയാക്കി കൊടുക്കാം. വേറെ പൊടികളൊന്നും ഇതിലേക്ക് ഇടേണ്ട ആവശ്യമില്ല, അത് മാത്രം മതി. അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവനായിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ട് തന്നെയുണ്ട്. ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ എല്ലാ ഫ്രണ്ട്സുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന് തൊട്ടടുത്ത ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ വീഡിയോസും മിസ്സാവാതെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളെ അടിപൊളിയായിട്ട് പലഹാരം റെഡിയായി. ഇനി നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമലൈക്കും, ഇൻഷാ അല്ലാഹ്.